പുതിയ ഒരു അധ്യയന വർഷം കൂടി ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഈ അവസരത്തിൽ രക്ഷകർത്താക്കളോട് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മുടെ കുട്ടികളുടെ പ്രധാന ആവശ്യമെന്നത് വിദ്യാഭ്യാസമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ കുട്ടികളുടെ പഠന കാര്യങ്ങൾ മാതാപിതാക്കൾ കൂടെ ശ്രദ്ധിക്കണം. ഇന്ന് അവരുടെ ബുക്കുകൾ എടുത്ത് നോക്കുക, ഇന്ന് എന്താണ് പഠിപ്പിച്ചത്, ഇന്ന് എന്താണ് എഴുതിയത് എന്ന് കുട്ടികളെ അന്വേഷിക്കുകയും പിന്നെ അവർ എന്തെങ്കിലും ഡിക്റ്റേഷനോ ടെസ്റ്റ് പേപ്പറോ ഒക്കെ പറയുകയാണെങ്കിൽ അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. വേറെ ചില രക്ഷകർത്താക്കളുണ്ട്, ഈ കുട്ടികൾ എന്ത് ചെയ്യും, രാവിലെ സ്കൂളിൽ പോകാൻ നേരം അമ്മോ ഞാൻ ഹോംവർക്ക് എഴുതിയില്ലമ്മ, ടീച്ചറിനെ ഒന്ന് വിളിച്ച് പറയമ്മ. ഈ പേരൻസ് എന്ത് ചെയ്യും, ഉടനെ ടീച്ചറിനെ വിളിക്കും. ടീച്ചറെ എൻ്റെ മോക്ക് അല്ലെങ്കിൽ മോനെ ഹോംവർക്ക് എഴുതാൻ പറ്റിയില്ല, ടീച്ചറെ അവനെ അടിക്കല്ലേ. കുട്ടിക്ക് അതൊരു സൗകര്യം. എല്ലാ ദിവസവും കുട്ടി എന്ത് ചെയ്യും, ഇത് തന്നെ ആവർത്തിക്കും. അതുപോലെ അപ്പം രക്ഷകർത്താക്കൾ ഇതിനുള്ള അവസരം വയ്ക്കരുത്. മക്കൾ ഈ കുട്ടികളിങ്ങനെ എഴുതിയില്ലെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എഴുതുക, അല്ലെങ്കിൽ നീ സ്കൂളിൽ ചെന്നിരുന്ന് എഴുത് എന്ന് പറയാം. അല്ലാതെ ഞാൻ ടീച്ചറിനെ വിളിച്ച് പറയില്ല എന്ന് കുട്ടികളോട് പറയണം. അതുപോലെ എന്തെങ്കിലും ടെസ്റ്റ് പേപ്പർ വന്നാലും ഈ പേരൻസ് ഈ കുട്ടികൾ പറയാം, അമ്മ ഞാൻ പഠിച്ചില്ലമ്മ, ടീച്ചറിനെ ഒന്ന് വിളിച്ച് പറയമ്മ. ഉടനെ ഫോൺ എടുത്ത് ടീച്ചറിനെ വിളിക്കും. അമ്മ എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ പറ്റിയില്ല ടീച്ചറേ, അവനെ ഇന്ന് ടെസ്റ്റ് പേപ്പർ എഴുതിപ്പിക്കേണ്ട. അതും കുട്ടികൾക്കൊരു സൗകര്യം. അമ്മ വിളിച്ച് പറയുമല്ലോ, അപ്പം ടീച്ചേഴ്സ് അടിക്കുകയൊന്നും ഇല്ലല്ലോ, അതൊരു സൗകര്യം. പണ്ട് എൻ്റെ മോൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ടീച്ചർ എന്ത് ചെയ്യും, ഒരു ഹിന്ദി ക്ലാസ്സിൽ ടീച്ചർ കോമ്പോസിഷൻ പഠിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. ഇവളെന്ത് ചെയ്തു, പഠിക്കാതെ പോയി. ടീച്ചർ കേട്ട് ടീച്ചറായിട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങി വരും, ഹിമാലയത്തിൽ പോകും പോലെ ബാഗും തൂക്കി ഇറങ്ങി വരും. എൻ്റെ മോളെന്ത് തിരിച്ച് വന്നിരുന്ന് വീട്ടിൽ കരച്ചിൽ തുടങ്ങി. അമ്മ എന്നെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞമ്മ, എന്നെ പഠിപ്പീരമ്മ എന്നാണ് അവൾ പറഞ്ഞത്. എന്നെ പഠിപ്പീരമ്മ ഹിന്ദി. അവൾ അത് അന്നിരുന്ന് പഠിച്ച് പിറ്റേ ദിവസം ഫുൾ മാർക്ക് വാങ്ങിയിട്ട് വന്നു. എന്നാൽ അപ്പം ടീച്ചർ പറയുന്നത് എന്തിനാ, വഴക്ക് പറയുന്നത് നിങ്ങളൊരു മോട്ടിവേഷനായിട്ട് എടുക്കണം. അപ്പം ഇന്നത്തെ പേരൻസ് എന്ത് ചെയ്യണമെന്ന് പറയാം, കുട്ടികൾ എന്തെങ്കിലും അമ്മയോട് വന്നവർ അമ്മ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞമ്മ എന്ന് പറയുമ്പം ഈ പേരൻസ് കുട്ടികളുടെ മുന്നിൽ വച്ച് ടീച്ചേഴ്സിനെ വഴക്ക് പറയും. എൻ്റെ കുട്ടി എന്തിനങ്ങനെ പറഞ്ഞു, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, ആ കുട്ടി പഠിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ടീച്ചേഴ്സിനോട് കയർത്ത് സംസാരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും കുട്ടികൾ കേൾക്കെ പേരൻസിനോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കാതെ കുട്ടികളുടെ വശം നിന്ന് സംസാരിക്കുകയും ചെയ്യരുത്. കുട്ടികളോട് പറയണം, ടീച്ചേഴ്സ് നിങ്ങളുടെ വഴക്ക് പറയുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ്. അപ്പം ടീച്ചർ എന്തിനു വഴക്ക് പറഞ്ഞു, പഠിക്കാത്തതിന് വഴക്ക് പറഞ്ഞു, നീ അത് പഠിച്ചിട്ട് പോകണമെന്ന് പറയണം. അല്ലെങ്കിൽ കുട്ടി അവിടെ നിന്ന് അത് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ അയ്യോ ടീച്ചറെ എൻ്റെ കുട്ടി പഠിച്ചില്ല, കുട്ടിയെ വഴക്ക് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇത് ചെയ്യില്ല അത് ചെയ്യില്ല എന്ന് ഒരിക്കലും നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് ടീച്ചേഴ്സിനോട് കുട്ടികൾക്ക് ഫേവറായി സംസാരിക്കരുത്. വേണമെങ്കിൽ കുട്ടികൾ കേൾക്കാതെ ടീച്ചേഴ്സിനോട് സംസാരിക്കാം. അപ്പം കുട്ടികളെ എന്ത് ചെയ്യണം, ആദ്യം ടീച്ചേഴ്സിനെ അനുസരിക്കാൻ പഠിപ്പിക്കണം. പിന്നെ ടീച്ചേഴ്സ് ഹോംവർക്ക് എഴുതിപ്പിക്കണം കുട്ടികളെ കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടീച്ചറിനെ വിളിച്ച് ഒരു എക്സ്ക്യൂസും പറയരുത്. പിന്നെ അതുപോലെ ടീച്ചർ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അതൊരു മോട്ടിവേഷനായിട്ട് എടുത്ത് മോനെ അത് പഠിക്കുക അല്ലെങ്കിൽ മോളെ അത് പഠിക്കുക, അത് പഠിക്കാത്തത് കൊണ്ടാണ് ടീച്ചർ വഴക്ക് പറഞ്ഞത് എന്ന് നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് ടീച്ചേഴ്സിനെ വഴക്ക് പറയരുത്. കുട്ടികൾക്ക് ഫേവറായി ടീച്ചേഴ്സിനോട് സംസാരിക്കുകയും ചെയ്യരുത്. അത് കുട്ടികളെ നമ്മൾ മോശമായ വഴിയിലൂടെ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്ക് ടീച്ചേഴ്സിന് ഒരു വില കാണില്ല. എൻ്റെ അമ്മ വിളിച്ച് പറയല്ലോ, പിന്നെ ഞാൻ ടീച്ചർ പറയണ എന്തിനനുസരിക്കണമെന്ന് കുട്ടികൾക്കൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുട്ടികൾ അങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവരുടെ കൂടെ നിങ്ങളും നടക്കണം. കുട്ടികളെ പഠിപ്പിച്ചും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും നിങ്ങളും അവരെ സഹായിക്കണം.